എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് +2 കൊമേഴ്സ് കഴിഞ്ഞ് കാനഡയിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഡിപ്ലോമ പ്രോഗ്രാമുകളെ പറ്റിയാണ്. നാട്ടിൽ നിന്ന് +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് കാനഡയിൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കോഴ്സുകൾ കൊമേഴ്സ് റിലേറ്റഡ് ആണെങ്കിലും അഡ്മിഷൻ റിക്വയർമെന്റ്സിൽ മാത്സ് വേണം എന്നൊരു കാര്യം മിക്ക കോഴ്സുകളും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അഡ്മിഷൻസിന്റെ സമയത്ത് മിക്കപ്പോഴും കൊമേഴ്സ് +2 കഴിഞ്ഞ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ മാത്സ് ആവശ്യമില്ലാത്ത എന്നാൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളെ പറ്റി സംസാരിക്കാമെന്ന്. അപ്പോൾ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻസിന് മാത്സ് ആവശ്യമില്ല, എന്നാൽ കൊമേഴ്സ് +2 കഴിഞ്ഞ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ്. ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മോസ്റ്റ് ഓഫ് ദ കോളേജസിലും നിങ്ങൾക്ക് കൊമേഴ്സ് മാത്സ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടും. അതിന് IELTS റിക്വയർമെന്റ് ഉണ്ട്, എങ്കിലും മാത്സ് വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ അടുത്തത് HR മാനേജ്മെന്റ്. HR മാനേജ്മെന്റ് ഡിപ്ലോമ 2 ഇയർ പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾക്ക് മാത്സ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടും. പക്ഷേ HR മാനേജ്മെന്റ് ഞാൻ അത്ര ഒരു ഹൈലി റെക്കമെൻഡഡ് കോഴ്സ് ഒന്നുമല്ല, പക്ഷേ എങ്കിലും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അടുത്തത് ഡിപ്ലോമ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു ഹൈലി ഇൻ ഡിമാൻഡ് പ്രോഗ്രാമാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് +2 കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ ചില കോളേജുകൾക്ക് മാത്സ് ആവശ്യം വരും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോളേജിലും മാത്സ് +2 ഇല്ലെങ്കിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. ആക്ച്വലി കൊമേഴ്സ് കഴിഞ്ഞവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം ജോലി സാധ്യതയൊക്കെ ഉള്ള ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി. എളുപ്പത്തിൽ ജോലി കിട്ടാനും ഒക്കെ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി പഠിക്കാൻ ആക്ച്വലി +2 മാത്സ് വേണം എന്ന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് മാത്സ് ഇല്ലാതെ +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തത് ഡിപ്ലോമ ഇൻ ഇന്ററാക്റ്റീവ് മീഡിയ ഡിസൈൻ. അപ്പൊ ഈ കോഴ്സ് ഇപ്പം ഞാൻ കണ്ടത് സെനക്ക കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് ഒണ്ടാരിയോയിൽ. അവിടെ ഡിപ്ലോമ ഇൻ ഇന്ററാക്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ജോലി സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ അഡ്മിഷൻസിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്ലോമ ഇൻ ഇന്ററാക്റ്റീവ് ഡിസൈൻ സെനക്ക കോളേജ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് സ്കിൽസ് വേണം എന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും മാത്സ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ അടുത്തൊരു നല്ലൊരു കോഴ്സ് ഞാൻ കണ്ടത് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ. അത് ലെത്ത്ബ്രിഡ്ജ് കോളേജ് എന്ന് പറഞ്ഞ ഒരു ആൽബർട്ടയിലെ ഒരു കോളേജിലാണ് ഈ ഒരു കോഴ്സ് കണ്ടത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്കും അഡ്മിഷൻസിന് മാത്സ് വേണ്ട, നിങ്ങൾക്ക് കൊമേഴ്സ് മാത്സ് ഇല്ലാതെ +2 കഴിഞ്ഞ ആളുകൾക്കും അഡ്മിഷൻ കിട്ടും. ഇത് അത്യാവശ്യം ജോലി സാധ്യതയുള്ള ഈ സോഷ്യൽ മീഡിയ, വീഡിയോ പ്രൊഡക്ഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, അങ്ങനെ അത്യാവശ്യം സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ്, അങ്ങനെ അത്യാവശ്യം ജോലി സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് അതും. അപ്പം പിന്നെ വേറൊരു പ്രോഗ്രാം ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ്. അതായത് കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് അത്യാവശ്യം പോപ്പുലർ ആയ ഒരു പ്രോഗ്രാമാണ് ഇവന്റ് മാനേജ്മെന്റ്. അപ്പം ഇതും ആക്ച്വലി മാത്സ് ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അപ്പം ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാത്സ് ഇല്ലാതെ കൊമേഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കിട്ടാൻ കാനഡയിലെ കമ്മ്യൂണിറ്റി കോളേജുകളിൽ ഡിപ്ലോമ ലെവൽ പ്രോഗ്രാംസിന് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന കോഴ്സുകൾ. പിന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 2 ഇയർ ഡിപ്ലോമാസ് എങ്കിലും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാനഡയിൽ PR കിട്ടാനൊക്കെ എളുപ്പം ആവണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 2 ഇയർ എങ്കിലും പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് 3 ഇയറും അതിനുശേഷം ആ സമയത്ത് PNP വഴിയൊക്കെ നിങ്ങൾക്ക് PR കിട്ടാൻ ഓപ്ഷൻസ് ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി 2 ഇയർ പ്രോഗ്രാംസ് എടുത്തു പോവുക. സർട്ടിഫിക്കറ്റ് 1 ഇയർ പ്രോഗ്രാംസ് +2 കഴിഞ്ഞവർ എടുത്തു പോകുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് കാനഡയിൽ കൂടുതൽ കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്രയും പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് മാത്സ് ഇല്ലാതെ കാനഡയിൽ കമ്മ്യൂണിറ്റി കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈ പ്രോഗ്രാംസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കയറാം. ലിങ്ക്സ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഏതാണോ ഇതിലെ താല്പര്യം അതിലത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം.